ടെൻസ് ഓഫ് യൂറോപ്പ് പാക്കേജിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് സാർ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം 10 രാജ്യങ്ങളിലെ മാക്സിമം ഹൈലൈറ്റ്സ് നമ്മളിതിൽ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രാൻസിലെ പാരീസിൽ നിന്നാണ്. സോ പാരീസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഈഫിൾ ടവറാണ്. സോ ഈഫിൾ ടവർ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 2nd ഫ്ലോർ വരെ നമ്മൾ കയറിയിട്ട് കാഴ്ചകൾ കാണുന്നുണ്ട്. പിന്നെ അവിടുത്തെ സീൻ റിവർ ക്രൂസ്, പിന്നെ അവിടുത്തെ സിറ്റി ടൂർ നമ്മൾ ചെയ്യുന്നുണ്ട്. ബെൽജിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബെൽജിയത്തിലെ ഒരു ഓറിയൻറ്റേഷൻ ടൂറാണ്. ബെൽജിയം സിറ്റിയിലത്തെ നമ്മൾ ഓറിയൻറ്റേഷൻസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നെതർലാൻഡ്സിൽ എത്തിക്കഴിഞ്ഞാൽ നെതർലാൻഡ്സിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് വിൻമില്ല്, ചീസ് ഫാക്ടറി, അവിടുത്തെ നെതർലാൻഡിലെ കനാൽ ക്രൂസ് വളരെ ഫേമസ് ആണ്. സോ അത് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അട്രാക്ഷനാണ്, അധികം ആരും ചെയ്യാത്തൊരു അട്രാക്ഷനാണ് ഹെനിക്കൻ ബിയർ മ്യൂസിയം. ഹെനിക്കൻ ബിയർ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബിയറാണ്. സോ അതിൻ്റെ ഒരു ബിയർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ, കാരണം ഹെനിക്കൻ നെതർലാൻഡ്സ് എന്നുള്ള ബിയറാണ്. സോ അതിൻ്റെ ഫാക്ടറിയിൽ നിന്ന് നമ്മളൊരു ബിയർ എക്സ്പീരിയൻസ് ടൂറ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് താഴത്തേക്ക് നമ്മൾ ജർമ്മനിയിലേക്ക് വരുവാണെങ്കിൽ അവിടെ നമ്മൾ റെയിൻഫോളിൽ ഒരു ബോട്ട് റൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലക്സംബർഗ് എന്നുള്ള വളരെ മനോഹരമായ രാജ്യം, അത് അറിയപ്പെടുന്ന തന്നെ സമ്പന്നരുടെ ഒരു രാജ്യമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. സോ അത് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലിച്ചിൻസ്റ്റെയിനിലെ വഡൂസിലെ ഒരു ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലെ ഭംഗി ആസ്വദിക്കുന്നതിന് ഒപ്പം തന്നെ നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് സ്നോ ആണ്. മൗണ്ട് ഇറ്റ്ലീസ് എന്ന മൗണ്ടൈനിൽ കേബിൾ കാർ വഴി അതിൻ്റെ മേലെ പോയി അവിടുത്തെ സ്നോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് അവിടെ ഉണ്ട്. ആൻഡ് ഇൻസ്ബ്രുക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്വരോസ്കി ക്രിസ്റ്റൽ മ്യൂസിയം കാണാനുള്ള അവസരമുണ്ട്. അതേപോലെ ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റലിയിൽ നമ്മൾ വെന്നീസ് എന്ന അതിമനോഹരമായ ഒരു സിറ്റി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് തിരിച്ച് റോമിലെത്തിക്കഴിഞ്ഞാൽ വളരെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻസ് ഉള്ള റോം, അത് റോമിൻ്റെ സിറ്റി ടൂറും അതേപോലെ വത്തിക്കാനിലെ സെൻറ്റ് ബസിലിക്ക എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ യൂറോപ്പ് പാക്കേജിലെ പ്രധാന ഹൈലൈറ്റ്സ് വരുന്നത്. എനിവേ സാർ, ഇപ്പോൾ ഇത്രയും യൂറോപ്പിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്നാണ് നെക്സ്റ്റ് ഡിപ്പാർച്ചർ സാർ കൊണ്ടുപോകുന്നത്? അടുത്ത ടെൻസ് ഓഫ് യൂറോപ്പിൻ്റെ ഡിപ്പാർച്ചർ ഒക്ടോബർ 12-ാം തീയതിയാണ് കൊച്ചിയിൽ നിന്ന്. ഓക്കെ, അതിൻ്റെ ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ? യെസ്, അതിൻ്റെ ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ടായി കഴിഞ്ഞു. സോ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ല റേറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എനിവേ യൂറോപ്പ് ടൂർ പാക്കേജിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ഇവിടെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് നിങ്ങളുടെ യൂറോപ്പ് ട്രിപ്പ് എക്സൈറ്റ് ടൂർസിനോടൊപ്പം ആവട്ടെ.